അസർബൈജാൻ്റെ വടക്കുകിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഷാഹ്ദാഗ് എന്ന ഗ്രാമത്തിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ഷാഹ്ദാഗിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾ കൂടുതലായും കണ്ടത് ഈ കോക്കസസ് പർവ്വതനിരകളാണ്. ഫ്രൂട്ട് സീസൺ ഏകദേശം കഴിഞ്ഞ സമയത്താണ് ഞങ്ങളുടെ യാത്ര എങ്കിലും റോഡിൻ്റെ ഇരു സൈഡിലും ഓറഞ്ചും ആപ്പിളും മാതള നാരങ്ങയും ഒക്കെ ധാരാളം കായ്ച്ചു കിടക്കുന്നത് കാണാൻ കഴിഞ്ഞു. മനോഹരമായ ഒരു ഗ്രാമമാണ് ഷാഹ്ദാഗ്. അവിടുത്തെ വില്ലേജ് ഫുഡും അതുപോലുള്ള വില്ലേജ് ലൈഫുമൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ്. ധാരാളം കൃഷിസ്ഥലങ്ങളിലൂടെയും സമതല പ്രദേശങ്ങളിലൂടെയും വാൾനട്ട് മരങ്ങളുടെ ഇടയിലൂടെയുമൊക്കെ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് മനോഹരമായ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളും അവരുടെ തന്നെ കൃഷിസ്ഥലങ്ങളുമൊക്കെ കണ്ണിന് മനസ്സിനും ധാരാളം സന്തോഷം തരുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു. ചോളവും ഗോതമ്പും ഒക്കെ നിറഞ്ഞ പാടങ്ങളാണിത്. കൃഷി പ്രദേശങ്ങളിലൂടെയും സമതല പ്രദേശങ്ങളിലൂടെയുമൊക്കെ കടന്നു പോകുമ്പോഴും അങ്ങും ദൂരെ അതിർത്തി തിരിച്ച പോലെ കോക്കേസസ് മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റോഡിൻ്റെ ഇരുഭാഗങ്ങളിലായി കാണുന്നതെല്ലാം വാൾനട്ട് ട്രീസാണ്. കായ്കളൊക്കെ കൊഴിഞ്ഞ് ഇലകളും കൊഴിഞ്ഞ് അടുത്ത തളിരിനായി കാത്തു നിൽക്കുന്ന മരങ്ങൾ. ഷാഹ്ദാഗ് എന്ന ഈ ഗ്രാമത്തിൽ നിന്നും വളരെ കുറച്ച് ദൂരമേ മാത്രമേ ഉള്ളൂ റഷ്യയുടെ അതിർത്തിയിലേക്കെന്നാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത്. നവംബർ ഡിസംബർ മാസങ്ങളിലാകുമ്പോഴേക്കും മഞ്ഞ് വീണ് ഈ സ്ഥലങ്ങളെല്ലാം ഗ്ലേഷ്യർ പ്ലേസസായി മാറും. പോകുന്ന വഴിക്ക് കണ്ട ഒരു കൊച്ചു ടൗൺ. 100% of the people are Jewish people there. Jewish people. ഹലോ, മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കണോ? ഇത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. ഒരു 69-70 ആ സമയത്താന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഇവര് കുറച്ച് ആൾക്കാർക്ക് അഭയം കൊടുത്തിട്ട് ആ കമ്മ്യൂണിറ്റി വളർന്ന് വലുതായി. ഇതാണ് നിങ്ങളിപ്പോൾ കണ്ട ആ സമൂഹം. പോകുന്ന വഴിയിൽ റോഡിന് ഇരുവശങ്ങളിലും ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ ഫ്രഷ് ഫ്രൂട്ട്സും ഒക്കെ വിൽക്കുന്ന കുറേ ഗ്രാമവാസികളെ കണ്ടിരുന്നു. പോകുന്ന വഴിയിൽ ഓട്ടം സീസൺ സ്റ്റാർട്ടായതുകൊണ്ട് തന്നെ പല കളറിലുള്ള ഇലകൾ നിറഞ്ഞ മരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ചില മരങ്ങൾ ഇല പൊഴിച്ചു കഴിഞ്ഞിരുന്നു. എങ്കിലും നല്ല ഒരു കാലാവസ്ഥ.